ഇന്ന് നാം ശ്രീകോവിലിനകത്തേക്ക് കടക്കുകയാണ്. അകത്ത കാഴ്ചകളാണ് ഇന്ന് കാണാനായി പോകുന്നത്. ധർമ്മക്ഷേത്രയുടെ ഒന്നാമത്തെ എപ്പിസോഡ് നാം ഇവിടെയാണ് നിർത്തിയത്. ഈ പടവുകൾ കടന്ന് 18-ാം പടിക്ക് മുന്നിലാണ് നാം കഴിഞ്ഞ ദിവസം എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഇനി ഈ 18 പടവുകൾ കടന്ന് ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് നമുക്ക് എത്താം. ഈ പാറമുകളിലെ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്താം. 18 പടവുകൾ കടന്ന് പൊന്നും 18-ാം പടി കടന്ന് പാറമുകളിലേക്ക് എത്തിയാൽ തിരിച്ച് ഇറങ്ങാൻ ഇതുവഴി കഴിയില്ല. കാരണം ഇതിന് പുറകിൽ, ഈ പാറയുടെയും അപ്പുറത്ത് പുറകിൽ ഒരു വഴിയുണ്ട്. ആ പടവുകളിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അത്തരത്തിലൊരു നിയന്ത്രണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം തിരിച്ച് ഇറങ്ങുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കയറിപ്പോകുന്ന ഒരു ഭക്തജനങ്ങൾ തിരിച്ച് ഈ പടവുകൾ ഇറങ്ങാറുമില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉയരെ നിന്ന് കാണുന്ന മനോഹരമായ കാഴ്ചയാണ്. മനോഹരമെന്ന് പറഞ്ഞാൽ മതിയാവില്ല. ഈ അനുഭവം പങ്കുവയ്ക്കാൻ വാക്കുകൾ പോരാ എന്നതാണ് സത്യം. ഭക്തിസാന്ദ്രമായ ആത്മനിർവൃതിയുടെ അണയാത്ത ആനന്ദമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. 4 ഭാഗത്തേക്കും നോക്കത്താ ദൂരത്തേക്കും വളരെ മനോഹരമായിരിക്കുന്നു. ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ക്ഷേത്രത്തിൽ പൂജ നടക്കുകയാണ്. മേൽക്കൂരയില്ലാത്ത ആലയവുമില്ലാതെ, മേൽക്കൂരയില്ലാതെ പാറപ്പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മഹാദേവനും ദേവിയും ആണ്. അവിടെയാണ് പൂജ നടക്കുന്നത്. തൊട്ടടുത്തായി ധർമ്മശാസ്താവിൻ്റെ അമ്പലമാണ് കാണുന്നത്. ശ്രീധർമ്മശാസ്താവിൻ്റെ അമ്പലം. അതിന് അടുത്തായി ഗണപതി ഭഗവാന്റെ അമ്പലവും കാണാവുന്നതാണ്. പാർവതീദേവിക്കും മഹാദേവനും പാർവതീദേവിക്കുമാണ് മേൽക്കൂര ഇല്ലാത്തത്. മഞ്ഞും മഴയും വെയിലും കാറ്റും ഒക്കെ ചൂടുമൊക്കെ ദേവീദേവന്മാർ ആവാഹിച്ച് ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നു. ആ കാഴ്ച വളരെ ഹൃദയ നിർവൃതിയുടെ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്തതായി തന്നെ ശ്രീകോവിലിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അതിനടുത്ത് ഗണപതി ഭഗവാൻ, അതുകൂടാതെ സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രതിഷ്ഠയും ഈ പാറമുകളിലെ ഈ കോമ്പൗണ്ടിൽ കാണാൻ കഴിയുന്നതാണ്. ശാസ്താവിന് പ്രധാനം നീരാഞ്ജന വഴിപാടാണ് ശാസ്താവിന് പ്രധാനമായി നടത്തുന്നത്. മഹാദേവനെ സങ്കല്പിച്ച് ദേവിയെ സങ്കല്പിച്ച് കെട്ടുന്നത് മണി കെട്ടുന്ന വഴിപാടാണ്. 7 മണികൾ കെട്ടിയാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കും എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി തന്നെ ധാരാളം ഭക്തർ ഇവിടെ വരുന്നുണ്ട്. പലരും അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുന്നുമുണ്ട്. ഇതോടൊപ്പം തന്നെ പാറമുകളിൽ പ്രത്യേകം സങ്കല്പിച്ച് പതിപ്പിക്കുന്ന പൂജിക്കുന്ന സ്ഥാനം, മൂലസ്ഥാനം ഏറെ പ്രാധാന്യമാണ്. പൂജകൾ ആദ്യം തുടങ്ങുന്നത് മൂലസ്ഥാനത്തും അതിനുശേഷമാണ് മറ്റ് അമ്പലങ്ങളിലേക്ക് പകരുന്നത്. മണി കെട്ടിയിരിക്കുന്നത് കാണാവുന്നതാണ്. ഇത് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ പുറകുവശത്തുള്ള വഴിയാണ്. ഇതുവഴി അകത്തേക്കും പുറത്തേക്കും പോകാം. 2 ഭാഗത്തേക്കും മുകളിലേക്ക് കയറാനും കഴിയും, തിരിച്ചിറങ്ങാനും കഴിയും. എന്നാൽ 18-ാം പടി വഴി ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാനേ കഴിയൂ, തിരിച്ചിറങ്ങാൻ കഴിയില്ല. ക്ഷേത്രത്തിന് പുറത്ത് ഈ ഭാഗത്ത് മണി കെട്ടിയിരിക്കുന്ന കാഴ്ചകളാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നിന്ന് നോക്കുമ്പോൾ ആ പുറകുവശത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ്. അവിടെയും വളരെ മനോഹരമാണ്. വളരെ നന്നായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനുമൊക്കെ ചെയ്തിട്ടുണ്ട്. വിശാലമാണ്. ഏതാണ്ട് 2-2.5-3 ഏക്കറോളം സ്ഥലം ചുറ്റുവട്ടത്ത് ഉണ്ട്. വിശാലമായ വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾ, ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഇനിയും കാഴ്ചകൾ തീരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ട് ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ താഴത്തെ ഭാഗത്ത് യക്ഷിയമ്മയുടെയും അതുപോലെ തന്നെ നാഗരുടെയും ഒക്കെ ആലയങ്ങളുണ്ട്. ക്ഷേത്രത്തിനകത്ത് തന്നെ ആ ഭാഗത്ത് തന്നെ ധാരാളം പാറകൾ, ശിലകൾ പൊട്ടിച്ചു കളയാതെ സംരക്ഷിക്കുന്ന കാഴ്ചയും അതിനകത്ത് തന്നെ ഉണ്ട്. അത്തരം കാഴ്ചകളിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതാണ്. അമ്പലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനും അടുത്ത ഭാഗം കാണുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.